ഇന്ന് ഞാനും അമ്മൂക്കുട്ടനും കൂടി നാലമ്പല യാത്ര പോവാണ്. ഞങ്ങളുടെ കരയോഗത്തിൽ നിന്നാണ് പോകുന്നത്. പിന്നെ ഗുരുവായൂരും ഉണ്ട്. കൃത്യം 4 മണിക്ക് പോകുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതേപ്പോൾ സമയം 3:45 കഴിഞ്ഞ് ഞാനും അമ്മു റെഡിയായി. ഞങ്ങളിനി അമ്പലത്തിൻ്റെ അവിടെ ചെല്ലണം വണ്ടി കയറാനായിട്ട്. അപ്പോൾ ഞങ്ങളിന്ന് നാലമ്പല യാത്ര പോവാണ്. നേരത്തെ തന്നെ ചെന്ന് ഞങ്ങൾ സീറ്റൊക്കെ പിടിച്ചു കേട്ടോ. 4 മണിയെന്ന് പറഞ്ഞിട്ട് ഏകദേശം 4:15 ആയി വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ. നല്ല ഭക്തിസാന്ദ്രമായ പാട്ടൊക്കെ ഇട്ടാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. ഛർദ്ദിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാനും അമ്മൂക്കൂട്ടനും ഗുളികയൊക്കെ കഴിച്ചുകൊണ്ടാണ് കേട്ടോ പോണേ. ആദ്യം തന്നെ മൂഴിക്കുളത്തെ ലക്ഷ്മണസ്വാമിയുടെ അടുത്താണ് ചെന്ന്. വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. എല്ലാ പ്രാവശ്യം അങ്ങനെയാണ്, അവിടെ വലിയ തിരക്ക് അനുഭവപ്പെടാറില്ല. അതിനുശേഷം ഞങ്ങൾ നേരെ വണ്ടിയിലേക്ക് കയറി. രണ്ടാമതായിട്ട് ഞങ്ങൾ പായമ്മൽ ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ പോയത്. അവിടെ ചെറിയ തിരക്ക് അനുഭവപ്പെട്ടു. കുറച്ച് നേരം ക്യൂവിൽ നിൽക്കേണ്ടതായിട്ട് വന്നു കേട്ടോ. അതിനുശേഷം തൊഴുത് ഞങ്ങൾ പുറത്ത് കിടന്നു. അമ്മൂൻ്റെ എൻ്റെയൊക്കെ 1-2 ഫോട്ടോസൊക്കെ എടുത്തു. എല്ലാവരും വരാൻ വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടുന്ന് തൊഴുതിറങ്ങിയതിന് ശേഷം വണ്ടി പാർക്ക് ചെയ്തേക്കുന്നിടത്തേക്ക് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ പോണ വഴിക്ക് ഒരു ചെറിയ കാലിച്ചായ കൊടുത്തു. അവിടെ ടോയ്ലറ്റ് ഫെസിലിറ്റീസൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വണ്ടി കയറി. പിന്നെ ഞങ്ങൾ ചെന്നത് കൂടൽമാണിക്യത്ത് ഭരതസ്വാമി ക്ഷേത്രത്തിലേക്കാണ്. അവിടെ ചെന്ന് പെട്ടുപോയി. നല്ല തിരക്കായിരുന്നു. കുറേ നേരം ക്യൂവിൽ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു കേട്ടോ. അങ്ങനെ ക്യൂവിലൊക്കെ ഇരുന്ന് ഞങ്ങൾ തൊഴുത് ഇറങ്ങിയതിന് ശേഷം പിന്നെ ഞങ്ങളിതേ ഇങ്ങനെ അവിടെ ഒരു വലിയ ചിറയുണ്ട്. അതിന് പ്രദക്ഷിണം വെച്ചാണ് ഞങ്ങൾ പുറത്തേക്ക് കിടക്കുന്നത്. നല്ല രസമാണ് അതിലൂടെയൊക്കെ ഇങ്ങനെ പോരാനായിട്ട്. ഭാഗ്യം കൊണ്ട് മഴയൊന്നുമില്ലായിരുന്നു, നല്ല കാലാവസ്ഥയായിരുന്നു. അങ്ങനെ അമ്മ ഓരോ മീനിനെയൊക്കെ കാണിച്ചു തന്ന് ഞങ്ങളിങ്ങനെ ചിറയ്ക്ക് ചുറ്റും പ്രദക്ഷിണം വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ശ്രീകൃഷ്ണ പരമാത്മാവ് പൂജിച്ചിരുന്ന വിഗ്രഹമാണ് ഇവിടെ ഉപാസിക്കപ്പെടുന്നത്. അവിടുന്ന് തൊഴുതിറങ്ങിയതിന് ശേഷം ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിടത്ത് ചായയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടുന്ന് ഭക്ഷണം കാലത്തേക്കും ഉച്ചത്തേക്കും ഉള്ളത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇഡ്ഡലിയും ചമ്മന്തിയൊക്കെ കഴിച്ചു, സാമ്പാറൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ നേരെ തൃപ്രയാറ് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെത്തി. അവിടെ നല്ല തിരക്കായിരുന്നു. ഒരു മണിക്കൂറോളം ഞങ്ങളിങ്ങനെ ക്യൂവിൽ വെയിറ്റ് ചെയ്തു. അതേ ഞങ്ങളുടെ കൂടെ ഉള്ള എല്ലാവരും സെറ്റ് മുണ്ടാണ് കൊടുത്തേക്കാൻ. ഞാൻ മാത്രമാണ് ചുരിദാർ ഇട്ടിട്ടുള്ളൂ. അങ്ങനെ എല്ലാവരും ഇതേ ക്യൂവിൽ നിൽക്കണേ അടുത്ത് ഞങ്ങൾ വീഡിയോ പിടിച്ചതാണ്. അത് കഴിഞ്ഞ് ഒരു തരത്തിൽ തൊഴുതിറങ്ങി. പിന്നെ അമ്മൂന് മീനൂട്ട് നടത്തണമെന്ന് പറഞ്ഞ് ഇതേ മീനൂട്ടൊക്കെ നടത്തുന്നുണ്ട്. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് മീനൂട്ടൊക്കെ നടത്താനായിട്ട്. അവളങ്ങനെ ഇതേ മീനൂട്ടൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തൃപ്രയാറ് വന്നാൽ മീനൂട്ടും വെടിവഴിപാടും നടത്താണ്ട് ഞങ്ങൾ ഇരിക്കാറില്ല കേട്ടോ. അത് പ്രധാന വഴിപാടാണ് ശ്രീരാമസ്വാമിയുടെ. അങ്ങനെ ഞങ്ങൾ വെടിവഴിപാടൊക്കെ നടത്തി. പിന്നെ ഞങ്ങൾ നേരെ വണ്ടിയുടെ അടുത്തേക്ക് പോയി. പിന്നെ ഞങ്ങൾ നേരെ ഗുരുവായൂർക്കാണ് കേട്ടോ പോണത്. ഏകദേശം ഒരു 1:30 മണി ആവാറായി. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇപ്പോൾ ചെന്നാലും ക്യൂവിലൊക്കെ നിന്ന് തൊഴുവിൽ നടക്കില്ല, പിന്നെ നമുക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് ഉച്ച കഴിഞ്ഞ് തൊഴുവാന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്യുന്നിടത്ത് നിന്ന് ഉച്ചത്തെ ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ ക്യൂവിൽ നിൽക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. സത്യത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും വലിയൊരു ക്യൂവിൽ നിൽക്കുന്നത്. ഇത് സ്റ്റാർട്ടിങ് എവിടെയാണെന്ന് പോലും അറിയാണ്ട് വട്ടം തിരിഞ്ഞു പോയി. ഒരുപാട് ദൂരെ ചെന്നതിൽ പിന്നെയാണ് ക്യൂവിലേക്ക് കയറാൻ പറ്റിയത്. അങ്ങനെ 2:45 ആയപ്പോഴേക്കും നിൽക്കുന്ന ക്യൂവ് ഞങ്ങൾ തൊഴുതത് 5 മണിക്കാണ് അകത്ത് കയറാൻ പറ്റിയത്. അങ്ങനെ തൊഴുതു, പുറത്ത് കിടന്നു. പിന്നെ എല്ലാവരും വരാൻ വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ പലരും പല സമയത്താണ് കയറിയത്. അങ്ങനെ എല്ലാവരും വരാൻ വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ അവിടെ വെയിറ്റ് ചെയ്യാണ്ടോ. അപ്പോഴേക്കും അമ്മൂന് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് രാവിലെ മുതൽ ഇരിക്കണേ ഒന്നും വാങ്ങിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് എന്നെ ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുക കേട്ടോ വാന്നും പറഞ്ഞുകൊണ്ട്. ഞങ്ങൾ എല്ലാ വർഷവും നാലമ്പല യാത്ര പോകാറുണ്ട് കേട്ടോ. കഴിഞ്ഞ 2 വർഷമായിട്ട് കുഞ്ഞാവയൊക്കെ ഉണ്ടായത് കാരണം ഞങ്ങൾ പോകാറില്ല. കുഞ്ഞാവയ്ക്ക് ഇപ്പോൾ 2 വയസ്സ് ആവണേ ഉള്ളൂ. ആദ്യമായിട്ടാണ് അവളെ ഇട്ടിട്ട് ഞാൻ ഇത്രയും ദൂരം വന്നേക്കണം കേട്ടോ. അതെ, അപ്പോൾ ആദ്യക്കുട്ടിന് വേണ്ടിയിട്ട് അമ്മു ബൈനോക്കുലറൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തോക്ക് വാങ്ങിച്ചു.
അവക്കായിട്ടെന്നുള്ള രീതിയിൽ അമ്മൂനായിട്ട് ഒരു പേന മാത്രമാണ് കേട്ടോ, നല്ല ഭംഗിയുള്ളൊരു പേനയാണ്, അത് മാത്രമേ കേട്ടോ വാങ്ങിച്ചുള്ളൂ. പിന്നെ കുഞ്ഞാവയ്ക്ക് ഇത് കുറേ നാളായി ഈ ഐറ്റം വാങ്ങിക്കണമെന്ന് വിചാരിക്കണം, അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. കുഞ്ഞാവയ്ക്ക് അത് വാങ്ങിച്ചു, പിന്നെ ഒരു കണ്ണട വാങ്ങിച്ചു, അങ്ങനെ കുറേ ഐറ്റംസൊക്കെ വാങ്ങിച്ചു. പിന്നെ ഞങ്ങൾ പപ്പടം വാങ്ങിക്കാനായിട്ട് പോയി. ഗുരുവായൂർ വന്നാൽ പിന്നെ പപ്പടം വാങ്ങിക്കണമല്ലോ, അങ്ങനെ ഗുരുവായൂർ പപ്പടം വാങ്ങിച്ചു, പേട വാങ്ങിച്ചു, പൊരി വാങ്ങിച്ചു, അത് കളറുള്ള സ്വീറ്റ്സ്, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ ഞങ്ങൾ വണ്ടിയുടെ അടുത്തേക്ക് പോയി. വണ്ടിയിൽ വെച്ചാണെങ്കിലും കുറേ ഗെയിമുകൾ, പിന്നെ നറുക്കിട്ട് കുറേ സമ്മാനങ്ങൾ കൊടുക്കൽ, അങ്ങനെ കുറേ നല്ല പ്രസംഗം, അങ്ങനെ കുറേ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെ സമ്മാനങ്ങൾ കൊടുക്കലൊക്കെ ഉണ്ടായിരുന്നു. പുളിമിഠായി, ഗ്യാസ് മിഠായി, നാരങ്ങ മിഠായി, അങ്ങനെയൊക്കെ ഓരോരുത്തർ സ്പോൺസർ ചെയ്ത് ഇങ്ങനെ ഓരോ ജയിച്ചവർക്ക് ഓരോ സമ്മാനങ്ങളൊക്കെ കൊടുത്തു. നല്ല രസമായിരുന്നു ഈ പ്രാവശ്യത്തെ യാത്ര. അങ്ങനെയൊന്നും ഉണ്ടാവാറില്ല, പാട്ടും ഡാൻസും ഒക്കെ ഉണ്ടാവാറെങ്കിലും ഇങ്ങനെ സമ്മാനം കൊടുക്കലൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല കേട്ടോ, ആദ്യമായിട്ടാണ് കേട്ടോ. അത് ശരിക്കും നല്ല എൻജോയ് ആയിട്ടാണ് ഞങ്ങൾ യാത്രയൊക്കെ ചെയ്തത്. തിരിച്ച് പോകുന്നതും അങ്ങടേക്കാണെങ്കിൽ നല്ല പാട്ടുകളൊക്കെ ഇട്ടായിരുന്നു യാത്ര. അടുത്ത പ്രാവശ്യം ഞങ്ങൾ യാത്രക്കുട്ടീനെ ഞങ്ങളുടെ കേട്ടോ വന്നത്. അപ്പോൾ ഞങ്ങൾ നാലമ്പല യാത്രയും ഗുരുവായൂർ യാത്രയൊക്കെ കഴിഞ്ഞു. ഞങ്ങളിനി തിരിച്ചു പോവുകയാണ്. ഇപ്പോൾ സമയം ഒരു 7 മണി ആവാറായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിനി തിരിച്ചു പോകാൻ വീട്ടിൽ മിക്കവാറും 10:30 എത്തുമ്പോഴേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ.